ഹലോ, വെൽക്കം ടു പല്ലു ട്രാൻസ്ലേറ്റർ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കൊറിയൻ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അദ്ദേഹം പാട്ടുപാടിയും ഗിറ്റാർ വായിച്ചും ജീവിക്കുന്നു. അദ്ദേഹത്തിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുമുണ്ട്. അങ്ങനെ പാട്ടുപാടിയും ഗിറ്റാർ വായിച്ചും കുറേ ഫാൻസുള്ള അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയോ ഫേസ് ഐഡിയോ വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം പാട്ടുപാടിയും ഗിറ്റാർ വായിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു ഇന്റേണൽ ഓർഗൻസ് അടിച്ചു മാറ്റുന്ന ടീം തട്ടിക്കൊണ്ടുപോകുന്നു. അവർ അദ്ദേഹത്തെ കൈയും കാലം കെട്ടി ബന്ദിയാക്കി ഒരു വാനിലിട്ട് തട്ടിക്കൊണ്ടുപോയി ഒരു ആളില്ലാത്ത വീട്ടിൽ അടച്ചു വെക്കുന്നു. ശേഷം അദ്ദേഹത്തെ ബോധം കെടുത്തി ഒരു വയസ്സനായ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ശരീരം കീറി അദ്ദേഹത്തിൻ്റെ ഇന്റേണൽ ഓർഗൻസും കണ്ണുമെല്ലാം ചുഴുതെടുത്ത് ഓരോ പാത്രത്തിലായി വെക്കുന്നു. അന്നേരം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. അവൻ്റെ പുറത്ത് പോയി കോളിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ്റെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഒരു പ്രത്യേക ജീവൻ വരുന്നു. അത് താനേ വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ മുറിവുകളെല്ലാം മാറുന്നു. ശേഷം കണ്ണും അതുപോലെ ജോയിൻ്റ് ആവുന്നു. നേരെ ഇതെല്ലാം കണ്ട് ആ വയസ്സനായ ഡോക്ടർ ആകെ പരിഭ്രാന്തനായി തൊട്ടടുത്തുള്ള ആളുകളെ വിളിക്കുന്നു. എല്ലാവരും ഓടി വരൂ, ഇവനിതാ എണീറ്റ് നടക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഒരു കണ്ണ് മാത്രം ഫിക്സ് ചെയ്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കണ്ണ് പോയ നഷ്ടബോധമില്ലാതെ പാട്ട് പാടിയും ഗിറ്റാർ വായിച്ചും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തും അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നു. പക്ഷെ അദ്ദേഹം തൻ്റെ കണ്ണ് പോയത് മറച്ചു വെക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവൾ ഇതിനെക്കുറിച്ച് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്യുന്നു. അവൾക്കറിയാം നമ്മുടെ ഹീറോയുടെ സൂപ്പർ പവറിനെ കുറിച്ച്. അവൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇന്റേണൽ ഓർഗൻസ് അടിച്ചു മാറ്റുന്ന ഗ്യാങ്ങിൻ്റെ വീട്ടിലെല്ലാം മൈക്ക് വെച്ചിട്ടുണ്ടാവും. അവർ ഇവനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, ഈ ശക്തിയെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയോ എന്ന് അവൾ മൈക്ക് വെച്ച് ആ വോയിസ് കേട്ട് ചെക്ക് ചെയ്യുന്നു. ശേഷം അവൾ ടൗണിലൂടെ പോകുമ്പോൾ അവിടെ വ്യത്യസ്തമായ ശില കാണുന്നു. അതിൻ്റെ ഭംഗിയും അതിൻ്റെ ആകാരപടിയും കണ്ട് അവൾ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അന്നേരം അവൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ അവിടെ തടിച്ചുകൂടിയ എല്ലാ ജനങ്ങളും ആ ശിലയുടെ ഫോട്ടോ എടുക്കുന്നു. അന്നേരം അവരെല്ലാം സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് വെറും ഒരു ശിലയല്ലായിരിക്കും. അതൊരു പെൺകുട്ടിയെ കൊന്ന് ജീവനോടെ ശിലയാക്കിയതായിരിക്കും. ആ ശിലയുടെ കണ്ണിൽ നിന്ന് ബ്ലഡ് ധാരധാരയായി ഒഴുകുന്നു. അങ്ങനെ അവിടെ പോലീസ് എത്തുന്നു. അതിനെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നു. ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ അവർ ആ ശിലയുടെ ഫോട്ടോസ് പരിശോധിക്കുന്നു. അതിൽ നിന്ന് അവർ ഒരു എംബ്ലം കണ്ടെത്തുന്നു. അന്നേരം അവർക്ക് മനസ്സിലാവുന്നു ഈ കൊലയെല്ലാം ചെയ്യുന്നത് ഒരു സൈക്കോ സീരിയൽ കില്ലറാണെന്ന്. ഇനിയും ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പോലീസ് അനുമാനിക്കുന്നു. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അദ്ദേഹം പാട്ട് പാടുകയും ഗിറ്റാർ വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കണ്ണ് വേദന അനുഭവിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ കണ്ണിനെ കുറിച്ച് അവൻ ഓർക്കുന്നു. അന്നേരം അവൻ വലത് കണ്ണടച്ച് പിടിക്കുമ്പോൾ അവന് കാണുന്നത് ആ സൈക്കോ കില്ലറെയാണ്. അതിനർത്ഥം അവൻ്റെ ഇടത് കണ്ണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ സൈക്കോ കില്ലർക്കാണ്. അവൻ അവിടെ പടം വരയ്ക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഇവനെ വലത് കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഇതെല്ലാം ശരിക്കും സംഭവിക്കുമോ എന്ന് അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊരു സൂപ്പർ പവർ ഉള്ളത് നമ്മുടെ ഹീറോക്ക് അറിയില്ലായിരുന്നു. ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവർ ആ സൈക്കോ കില്ലറെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൻ ഇതിനു മുമ്പ് ഒരുപാട് കൊല ചെയ്തിട്ടുണ്ട്. നമുക്കത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. എത്രയും വേഗം അവനെ പിടികൂടുക തന്നെ ചെയ്യണമെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഷോപ്പിലെ സീനിയർ ആയിട്ടുള്ള അപ്പൂപ്പനെ കാണാനില്ല. അദ്ദേഹം ആ അപ്പൂപ്പനെ തേടി പോകുന്നു. അന്നേരം കാണുന്നത് രണ്ടാളുകൾ അപ്പൂപ്പനെ തടഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കാരണം എന്തെന്നോ, അവരുടെ കൂട്ടത്തിലുള്ള കുട്ടിയെ ഈ അപ്പൂപ്പനെ അറിയാതെ അടിച്ചു കാണും. അതുകൊണ്ടാണ് അവർ ആ അപ്പൂപ്പനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അന്നേരം നമ്മുടെ ഹീറോ ആ കാര്യത്തിൽ ഇടപെട്ട് അപ്പൂപ്പനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഈ 3 പിള്ളേരും നമ്മുടെ ഹീറോക്കെതിരെ തിരിയുന്നു. കത്തിയെടുത്ത് നമ്മുടെ ഹീറോയുടെ ചെവി മുറിച്ചു മാറ്റുന്നു. ഇല്ലാതെ അവരെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അവർ പരസ്പരം പറയുന്നു, അവൻ്റെ ചെവി പോയിട്ട് അവൻ നിൽക്കുന്നത് കണ്ടില്ല എന്ന് പറയുന്നു. അന്നേരം നമ്മുടെ ഹീറോയുടെ ചെവി താനെ കൂടിച്ചേരുന്നത് കണ്ട് പേടിച്ച പിള്ളേർ അവിടുന്ന് ഓടിപ്പോകുന്നു.